ഹൈ പ്രൊഫൈൽ ടോക്ക് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഹരീഷ് മഹാദേവൻ. IPR-ലും ക്രിമിനൽ ലോയിലും സ്പെഷ്യലൈസ് ചെയ്യുന്നു. നിയമപരമായ വസ്തുതകൾ ചർച്ച ചെയ്യുന്നതിനും സംശയങ്ങൾ തീർക്കുന്നതിനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിശബ്ദവും അദൃശ്യവും എന്നാൽ വളരെ ശക്തവുമായ ബയോമെട്രിക് അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ സ്കീം തട്ടിപ്പിനെക്കുറിച്ചും ഹോളോഗ്രാഫിക് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള അപകടകരവും എന്നാൽ അറിയപ്പെടാത്തതുമായ തട്ടിപ്പുകളെയും കുറ്റകൃത്യങ്ങളെയും കുറിച്ചാണ്. ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ ജീവിതങ്ങൾ, സ്വത്തുക്കൾ, ബിസിനസ്സുകൾ, പ്രശസ്തി, സ്വാതന്ത്ര്യം പോലും നശിപ്പിക്കപ്പെടുന്നു. മുൻകരുതലുകളേക്കാൾ സൗകര്യം ആഘോഷിക്കപ്പെടുന്ന ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. വിരലടയാളം, ഐറിസ് സ്കാൻ, ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഒറ്റത്തവണ പാസ്വേഡ് എന്നിവ സുരക്ഷിതവും ആധുനികവും ആണെങ്കിലും വഞ്ചനയ്ക്ക് അതീതമല്ല. ഡിജിറ്റൽ ഒപ്പുകൾ കൃത്രിമം ചെയ്യാത്തതും നിയമപരമായി ബാധകവുമാണെന്നതിനാൽ വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. എന്നാൽ അസുഖകരമായ സത്യം ഇതാണ്: സാങ്കേതികവിദ്യ കുറ്റകൃത്യങ്ങളെ ഇല്ലാതാക്കുന്നില്ല, അത് അതിൻ്റെ രൂപം മാത്രം അഭിഭാഷകൻ എന്ന നിലയിൽ ഇന്ന് എൻ്റെ ലക്ഷ്യം ഭയം സൃഷ്ടിക്കുകയല്ല, മറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നതാണ്. അജ്ഞത, പ്രത്യേകിച്ചും ഡിജിറ്റൽ യുഗത്തിൽ, ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെലവേറിയ തെറ്റാണ്. എന്താണ് ബയോമെട്രിക് അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ സ്കീം? വിരലടയാളങ്ങൾ, മുഖ സവിശേഷതകൾ, ശബ്ദ പാറ്റേണുകൾ, ഐറിസ് സ്കാനുകൾ അല്ലെങ്കിൽ ബിഹേവിയറൽ ബയോമെട്രിക് പോലുള്ള ജീവശാസ്ത്രപരമായ സവിശേഷതകൾ ഉപയോഗിച്ച് ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി പരിശോധിക്കുന്ന ഒരു സംവിധാനമാണ് ബയോമെട്രിക് അധിഷ്ഠിത ഡിജിറ്റൽ സിഗ്നേച്ചർ സ്കീം. ലളിതമായി പറഞ്ഞാൽ, നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഒരു ഒപ്പായി മാറുന്നു. കാണാനും തർക്കിക്കാനും വിശകലനം ചെയ്യാനും കഴിയുന്ന കൈയക്ഷര ഒപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ബയോമെട്രിക് ഒപ്പുകൾ പ്രവർത്തിക്കുന്നു. അവ അൽഗോരിതം, ഡാറ്റാബേസുകൾ, എൻക്രിപ്ഷൻ കീകൾ, സിസ്റ്റം ദാതാവിലുള്ള വിശ്വാസം എന്നിവയെ ആശ്രയിക്കുന്നു. ആധികാരികമാക്കി കഴിഞ്ഞാൽ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒപ്പുവച്ചിട്ടില്ലെങ്കിൽ പോലും ഒപ്പിട്ടതായി സിസ്റ്റം അനുമാനിക്കുന്നു. ഇവിടെയാണ് അപകടത്തിൻ്റെ തുടക്കം. IT നിയമങ്ങൾക്കും ഇലക്ട്രോണിക് തെളിവ് നിയമങ്ങൾക്കും കീഴിൽ നിരവധി അധികാര പരിധികളിൽ ഡിജിറ്റൽ ഒപ്പുകൾ നിയമപരമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. കേസുകൾ വരുമ്പോൾ ഡിജിറ്റൽ ഒപ്പുകൾ ആധികാരികമാണെന്ന് അല്ലെന്ന് തെളിയിക്കുന്ന പക്ഷം കോടതികൾ പലപ്പോഴും അനുമാനിക്കുന്നു. ഇത് തെളിവുകളുടെ ഭാരം ഇരയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. ഒരു ബയോമെട്രിക് ഒപ്പ് ദുരുപയോഗം ചെയ്യപ്പെട്ടാൽ നിങ്ങളെ കബളിപ്പിച്ചോ നിർബന്ധിച്ചോ ആൾമാറാട്ടം നടത്തിയോ സാങ്കേതികമായി വിട്ടുവീഴ്ച ചെയ്തോ എന്ന് കോടതി ചോദിക്കുന്നില്ല. നിങ്ങളുടെ ബയോമെട്രിക് ഐഡൻറ്റിറ്റി ഉപയോഗിച്ചതായി ഇത് രേഖപ്പെടുത്തുന്നു. നിയമപരമായി അത് വിനാശകരമായിരിക്കാം. സാങ്കേതികവിദ്യ നിയമത്തേക്കാൾ വേഗത്തിൽ നീങ്ങുന്നു, എന്നാൽ അതിൻ്റെ അനന്തരഫലങ്ങൾ നീതിയേക്കാൾ വേഗത്തിൽ സംഭവിക്കുന്നു. ഇനി നമുക്ക് ചർച്ച ചെയ്യാത്തതും എന്നാൽ വളരെ അപകടകരവുമായ ഒരു ആശയത്തെക്കുറിച്ച് സംസാരിക്കാം: ഇൻ്റർനെറ്റ് ടൈം തെഫ്റ്റ്. ഒരു വ്യക്തിയുടെ ഡിജിറ്റൽ സാന്നിധ്യം, സെഷൻ സമയം അല്ലെങ്കിൽ ഓൺലൈൻ ഐഡൻറ്റിറ്റി എന്നിവ അവർ ഉദ്ദേശിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാത്ത പ്രവർത്തനങ്ങൾ നടത്താൻ ദുരുപയോഗം ചെയ്യുമ്പോഴാണ്
ഇൻ്റർനെറ്റ് ടൈം തെഫ്റ്റ് സംഭവിക്കുന്നത്. രേഖകളിൽ ഒപ്പിടാനും ഇടപാടുകൾ ആരംഭിക്കാനും സമ്മതങ്ങൾ അപ്ലോഡ് ചെയ്യാനും അല്ലെങ്കിൽ നിയമപരമായ നിബന്ധനകൾ സ്വീകരിക്കാനും ആരുടെയെങ്കിലും ലോഗ് ഇൻ സെഷൻ ഉപയോഗിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ബയോമെട്രിക് പരിസ്ഥിതികളിൽ നിന്ന് ഇത് മാരകമാകും. ഒരൊറ്റ ബയോമെട്രിക് ലോഗിൻ വഴി സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ ആ ഐഡൻറ്റിറ്റിക്ക് കീഴിൽ ഒന്നിലധികം പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും. ബയോമെട്രിക് തട്ടിപ്പും ഇൻ്റർനെറ്റ് ടൈം തെഫ്റ്റും പലപ്പോഴും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഒരു വ്യക്തി ഒരു തവണ ബയോമെട്രിക്കലായി ലോഗിൻ ചെയ്താൽ അത് ലോഗൗട്ട് ചെയ്യാത്ത പക്ഷം സിസ്റ്റം സജീവമായി തുടരുന്നു. ആ സജീവ സെഷനിൽ രേഖകൾ ഒപ്പിടുന്നു, അംഗീകാരങ്ങൾ നൽകുന്നു, അല്ലെങ്കിൽ ഉപയോക്താവിൻ്റെ സമ്മതമില്ലാതെ ഡാറ്റ സമർപ്പിക്കുന്നു. നിങ്ങൾ മറ്റൊരാളുമായി സംസാരിക്കുകയോ ശ്രദ്ധ വ്യതിചലിപ്പിക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതിരിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് മറ്റൊരാൾക്ക് കുറ്റകൃത്യങ്ങളും തട്ടിപ്പും ചെയ്യാൻ സാധിക്കും. പിന്നീട് ലോഗുകൾ കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഡിജിറ്റൽ ഒപ്പ്, ഐഡൻറ്റിറ്റി മുതലായവ ഉപയോഗിച്ചു എന്നതായിരിക്കും. നിയമപരമായി ഇത് തെളിയിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. പരമ്പരാഗത തട്ടിപ്പിൽ നിന്നും വ്യത്യസ്തമായി ഇരയെ അറിയിക്കുന്ന പെട്ടെന്നുള്ള നഷ്ടങ്ങളൊന്നുമില്ല. മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞ് നിയമപരമായ നോട്ടീസ് വരുമ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുകയോ കോടതി സമൻസ് പുറപ്പെടുവിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഇതറിയുക. അപ്പോഴേക്കും തെളിവുകൾ നഷ്ടപ്പെട്ടിരിക്കാം, ലോഗുകൾ തിരുത്തി എഴുതപ്പെട്ടേക്കാം, ഓപ്പറേറ്റർമാർ മാറിയിരിക്കാം. ഇരയോട് ഏറ്റവും ക്രൂരമായ ചോദ്യം ചോദിക്കപ്പെടുന്നു: നിങ്ങൾ അതിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബയോമെട്രിക് ആധികാരികത കുറ്റം ചെയ്ത ആൾ എങ്ങനെ നേടി? ബയോമെട്രിക് സുരക്ഷയെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ എന്തൊക്കെയെന്ന് നോക്കാം. ബയോമെട്രിക് പകർത്താൻ കഴിയില്ല എന്നതാണ് അപകടകരമായ ഒരു മിഥ്യാധാരണ. ഇത് വ്യാജമാണ്. ബയോമെട്രിക് ഡാറ്റ ഭയപ്പെടുത്തുന്ന കൃത്യതയോടെ തനിപ്പകർപ്പ് ചെയ്യാനും പുനർനിർമ്മിക്കാനും അനുകരിക്കാനും കഴിയും. ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ എല്ലായ്പ്പോഴും കണ്ടെത്താനാകും എന്നതാണ് മറ്റൊരു മിഥ്യാധാരണ. വാസ്തവത്തിൽ ആട്രിബ്യൂഷൻ പലപ്പോഴും അവസാനിക്കുന്നത് സിസ്റ്റം തലത്തിലാണ്, മനുഷ്യതലത്തിലല്ല. സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള ദാതാക്കൾ ദുരുപയോഗം ചെയ്യാൻ കഴിയില്ലെന്നും ആളുകൾ അനുമാനിക്കുന്നു. ചരിത്രം മറിച്ചാണ് തെളിയിക്കുന്നത്. ഒരു സംവിധാനവും ദുരുപയോഗത്തിൽ നിന്നും മുക്തമല്ല. പ്രത്യേകിച്ചും മനുഷ്യൻ്റെ അത്യാഗ്രഹം സമവാക്യത്തിൽ പ്രവേശിക്കുമ്പോൾ നിയമപരവും ഭരണഘടനാപരവുമായ പ്രത്യാഘാതങ്ങൾ, ബയോമെട്രിക് തട്ടിപ്പ്, വ്യക്തിപരമായ സ്വാതന്ത്ര്യം, അറിവോടെയുള്ള സമ്മതം, സ്വകാര്യത എന്നിവ ബാധിക്കുന്നു. ഒരു വ്യക്തിയുടെ ശരീരം ഒരു താക്കോലായി മാറുമ്പോൾ മോഷണം ശാശ്വതമായി മാറുന്നു. നിങ്ങൾക്ക് ഒരു പാസ്വേഡ് മാറ്റാം, നിങ്ങൾക്ക് നിങ്ങളുടെ വിരലടയാളം മാറ്റാൻ കഴിയില്ല. കോടതികൾ ഈ അപകടം പതുക്കെ തിരിച്ചറിയുന്നുണ്ടെങ്കിലും നിയമശാസ്ത്രം ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ നടപ്പാക്കുന്നതുവരെ പൗരന്മാർ അവബോധത്തിലൂടെ സ്വയം സംരക്ഷിക്കണം. ഓരോ പൗരനും ഇത് മനസ്സിലാക്കേണ്ടതാണ്. ഏത് പ്രവർത്തനത്തിന് അംഗീകാരം നൽകുന്നുവെന്ന് കൃത്യമായി അറിയാതെ ബയോമെട്രിക് ആതൻറ്റിക്കേഷൻ ഒരിക്കലും അനുവദിക്കരുത്. ഇത് ഒരു ഫോർമാലിറ്റി മാത്രമാണ്, അല്ലെങ്കിൽ ഇത് മറ്റെന്തിനും ഉപയോഗിക്കത്തില്ല തുടങ്ങിയ പ്രസ്താവനകൾ ഒരിക്കലും വിശ്വസിക്കരുത്. ഷെയർഡ് അല്ലെങ്കിൽ അപരിചിതമായ ഉപകരണങ്ങളിൽ ബയോമെട്രിക് ആതൻറ്റിക്കേഷൻ ഒഴിവാക്കുക. ഡിജിറ്റലായി ഒപ്പിട്ട രേഖകളുടെ പകർപ്പുകൾ ഉടൻ ആവശ്യപ്പെടുക. നിങ്ങളുടെ പേരിലുള്ള സാമ്പത്തിക സ്വത്ത്, കോർപ്പറേറ്റ് രേഖകൾ പതിവായി പരിശോധിക്കുക. ഇതിൽ അഭിഭാഷകരുടെയും മാധ്യമങ്ങളുടെയും സിവിൽ സൊസൈറ്റിയുടെയും പങ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. നിയമപരമായ പ്രൊഫഷണലുകൾ കക്ഷികളെ വ്യവഹാരത്തിനപ്പുറം ബോധവൽക്കരിക്കണം. മാധ്യമങ്ങൾ തട്ടിപ്പുകൾ മാത്രമല്ല, അവയെ പ്രാപ്തമാക്കുന്ന സംവിധാനങ്ങളും ഉയർത്തിക്കാട്ടണം. ബയോമെട്രിക് സംവിധാനങ്ങളിൽ സുതാര്യത, ഓഡിറ്റബിലിറ്റി, ഉത്തരവാദിത്വം എന്നിവ സിവിൽ സമൂഹം ആവശ്യപ്പെടണം. നിശബ്ദത വഞ്ചനയെ സംരക്ഷിക്കുന്നു, അവബോധം അതിനെ തടയുന്നു. സാങ്കേതിക വിദ്യയെ നമുക്ക് തടയാനാവില്ല, എന്നാൽ അന്ധമായ വിശ്വാസം നാം അവസാനിപ്പിക്കണം.
ബയോമെട്രിക് അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ സ്കീമുകൾ പ്രതിരോധ ശേഷിക്കല്ല, കാര്യക്ഷമതയ്ക്കാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇൻ്റർനെറ്റ് ടൈം തെഫ്റ്റ്, ശ്രദ്ധ വ്യതിചലിപ്പിക്കൽ, അജ്ഞത, തെറ്റായ വിശ്വാസം എന്നിവയിൽ തഴച്ചു വളരുന്നു. നിങ്ങളുടെ വിരലടയാളം വെറും ഡാറ്റയല്ല, നിങ്ങളുടെ മുഖം ഒരു ചിത്രം മാത്രമല്ല, നിങ്ങളുടെ ഡിജിറ്റൽ സാന്നിധ്യം ഡിസ്പോസബിൾ അല്ല. ഡിജിറ്റൽ യുഗത്തിൽ സ്വയം പ്രതിരോധം എന്നത് ശാരീരികമല്ല, അത് വിവരങ്ങൾ അറിഞ്ഞിരിക്കുക എന്നതുകൂടെയാണ്. ചോദ്യങ്ങൾ ചോദിക്കുക, വ്യക്തത വേണമെന്ന് ആവശ്യപ്പെടുക, നിങ്ങൾ ആധികാരികത ഉറപ്പാക്കുന്നതിന് മുമ്പ് വായിക്കുക. കാരണം നിങ്ങളുടെ ബയോമെട്രിക് യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം ഒരിക്കലും നിങ്ങളുടെ നോ കേൾക്കില്ല. വളരെ പ്രധാനപ്പെട്ടതും കൂടുതൽ പ്രസക്തവുമായ മറ്റൊരു വിഷയമാണ് സിഗ്നേച്ചർ തട്ടിപ്പ്. പ്രത്യേകിച്ചും റബ്ബർ സ്റ്റാമ്പ് സിഗ്നേച്ചറുകളുടെ ദുരുപയോഗവുമായി ബന്ധപ്പെട്ട് വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ, ബിസിനസ്സുകൾ, സർക്കാർ വകുപ്പുകൾ എന്നിവയെപ്പോലും ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. തങ്ങൾ തന്നെ ഇരകളാകുന്നതുവരെ ഈ പ്രശ്നം എത്രത്തോളം ഗുരുതരവും നിയമപരവുമായ സങ്കീർണവുമായി തീരുമെന്ന് പലർക്കും അറിയില്ല. സിഗ്നേച്ചർ തട്ടിപ്പ് എന്താണ്? സിഗ്നേച്ചർ സ്റ്റാമ്പുകൾ എങ്ങനെ നിയമപരമായി ഉപയോഗിക്കുന്നു? എന്തുകൊണ്ടാണ് സ്ഥാപനങ്ങൾ കേരള ഗസറ്റിൽ സിഗ്നേച്ചർ നോട്ടിഫിക്കേഷനുകൾ പ്രസിദ്ധീകരിക്കുന്നത്? സിഗ്നേച്ചർ സ്റ്റാമ്പുകൾ ഉൾപ്പെടുന്ന വിവിധ തരത്തിലുള്ള തട്ടിപ്പുകൾ, നിയമപരമായ പ്രത്യാഘാതങ്ങൾ, അപകട സാധ്യതകൾ, പ്രതിരോധ നടപടികൾ, ഒടുവിൽ നമുക്ക് എങ്ങനെ അവബോധം സൃഷ്ടിക്കാനും നമ്മെയും നമ്മുടെ സ്ഥാപനങ്ങളെയും സംരക്ഷിക്കാനും കഴിയുമെന്ന് നമുക്ക് നോക്കാം. എന്താണ് സിഗ്നേച്ചർ ഫ്രോഡ്? സത്യസന്ധമല്ലാത്തതോ നിയമവിരുദ്ധമോ ആയ ആവശ്യങ്ങൾക്കായി ഒരു വ്യക്തിയുടെ ഒപ്പ് അനധികൃതമായി ഉപയോഗിക്കുക, അനുകരിക്കുക, പുനർനിർമ്മിക്കുക അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുക എന്നിവയെ സിഗ്നേച്ചർ തട്ടിപ്പ് സൂചിപ്പിക്കുന്നു. ഒപ്പ് എന്നാൽ വെറും കൈയക്ഷരം മാത്രമല്ല, സമ്മതം, അധികാരം, അംഗീകാരം, ഉത്തരവാദിത്തം എന്നിവയുടെ നിയമപരമായി അംഗീകരിക്കപ്പെട്ട അടയാളമാണിത്. ആരെങ്കിലും ഒരു രേഖയിൽ ഒപ്പിടുമ്പോൾ അവർ ആ രേഖയുടെ ഉള്ളടക്കവുമായി നിയമപരമായി സ്വയം ബന്ധിപ്പിക്കുന്നു. ഒപ്പ് വ്യാജമാക്കുക, ഒപ്പ് സ്റ്റാമ്പ് ദുരുപയോഗം ചെയ്യുക, ഒപ്പ് ചിത്രം സ്കാൻ ചെയ്യുക, പകർത്തുക അല്ലെങ്കിൽ ഒപ്പ് ഡിജിറ്റലായി കൈകാര്യം ചെയ്യുക എന്നിവയെല്ലാം ഒപ്പ് തട്ടിപ്പിൻ്റെ വിശാലമായ വിഭാഗത്തിൽ പെടുന്നു. ഇന്ത്യൻ നിയമപ്രകാരം അത്തരം പ്രവൃത്തികൾ വ്യാജരേഖ ചമയ്ക്കൽ, വഞ്ചന, ആൾമാറാട്ടം, ക്രിമിനൽ വിശ്വാസവഞ്ചന എന്നിവ ഉൾപ്പെടെയുള്ള ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾക്ക് വിധേയമാക്കാം. സാമ്പത്തിക ഇടപാടുകൾ, സ്വത്ത് കൈമാറ്റം, തൊഴിൽ കാര്യങ്ങൾ, അക്കാഡമിക് സർട്ടിഫിക്കേഷനുകൾ, കരാറുകൾ, വായ്പാ രേഖകൾ, ആഭ്യന്തര സ്ഥാപന അംഗീകാരങ്ങൾ എന്നിവയിൽ പോലും ഒപ്പ് തട്ടിപ്പ് സംഭവിക്കാം. എന്തുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ സിഗ്നേച്ചർ സ്റ്റാമ്പുകൾ ഉപയോഗിക്കുന്നത്? ഇനി നമുക്ക് ഒരു പ്രായോഗിക യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. സർവകലാശാലകൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ, സർക്കാർ ഓഫീസുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് പലപ്പോഴും ആയിരക്കണക്കിന് രേഖകളിൽ ഒപ്പിടണം. സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റുകൾ, നിയമന ഉത്തരവുകൾ, ഔദ്യോഗിക ആശയവിനിമയങ്ങൾ, അംഗീകാരങ്ങൾ, സർക്കുലറുകൾ മുതലായവ. ഓരോ രേഖയിലും സ്വമേധയാ ഒപ്പിടുന്നത് ഒരു ഒറ്റ അതോറിറ്റിക്ക് ശാരീരികമായി അപ്രായോഗികമാണ്. ഇത് പരിഹരിക്കുന്നതിന് പല സ്ഥാപനങ്ങളും നിയമപരമായി ഒരു റബ്ബർ സ്റ്റാമ്പ് സിഗ്നേച്ചർ സംവിധാനം സ്വീകരിക്കുന്നു. എന്നിരുന്നാലും ഇതിന് ശരിയായ അനുമതി ഉണ്ടായിരിക്കണം. കേരള ഗസറ്റ് അറിയിപ്പും സിഗ്നേച്ചർ വെരിഫിക്കേഷനും കേരളത്തിൽ ഒരു സ്ഥാപനം ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഒരു ഒപ്പ് സ്റ്റാമ്പ് ഉപയോഗിക്കാൻ തീരുമാനിക്കുമ്പോൾ അംഗീകൃത ഒപ്പിട്ടയാൾ സാധാരണയായി കേരള ഗസറ്റിൽ ഒരു വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നു. ഈ പ്രസിദ്ധീകരണം ഒരു പൊതു പ്രഖ്യാപനമായി വർത്തിക്കുന്നു. റബ്ബർ സ്റ്റാമ്പ് പതിപ്പ് ഔദ്യോഗിക ഉപയോഗത്തിനായി നിയമപരമായി അംഗീകരിക്കപ്പെട്ടതാണ്. ആ സ്റ്റാമ്പ് വഹിക്കുന്ന രേഖകൾ സാധുതയുള്ളതും ആധികാരികവുമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഗസറ്റ് വിജ്ഞാപനം അംഗീകാരത്തിൻ്റെ നിയമപരമായ തെളിവായി പ്രവർത്തിക്കുന്നു. ഇത് ആധികാരികത സംബന്ധിച്ച ഭാവിയിലെ തർക്കങ്ങൾ തടയുകയും പൊതുസഞ്ചയത്തിൽ ഒരു രേഖ നൽകുകയും ചെയ്യുന്നു. ദുരുപയോഗം അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ തടയുന്നതിനായി ചില സ്ഥാപനങ്ങൾ ഇടയ്ക്കിടെ സിഗ്നേച്ചർ സ്റ്റാമ്പിൻ്റെ വലിപ്പം, ഫോർമാറ്റ് അല്ലെങ്കിൽ ഡിസൈൻ എന്നിവ മാറ്റുന്നു.
തട്ടിപ്പിനുള്ള സാധ്യത കുറയ്ക്കുന്നതിനുള്ള ഒരു പ്രതിരോധ തന്ത്രമാണിത്. ഇനി നമുക്ക് ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം. സിഗ്നേച്ചർ സ്റ്റാമ്പുകൾ ഉൾപ്പെടുന്ന വിവിധ തരത്തിലുള്ള തട്ടിപ്പുകൾ അംഗീകൃത ഒപ്പിട്ടയാളുടെ ഒപ്പ് സത്യസന്ധതയില്ലാത്ത ഒരു ജീവനക്കാരനോ പുറത്തുനിന്നുള്ളവരോ അനുമതിയില്ലാതെ ഒരു തനിപ്പകർപ്പ് സ്റ്റാമ്പ് സൃഷ്ടിക്കുകയും വ്യാജരേഖകൾ നൽകാൻ അത് ഉപയോഗിക്കുകയും ചെയ്യാം. ഉദാഹരണത്തിന് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകൾ, തൊഴിൽ കത്തുകൾ, ശുപാർശ കത്തുകൾ അല്ലെങ്കിൽ അംഗീകാര രേഖകൾ എന്നിവ വ്യാജ സ്റ്റാമ്പ് ഉപയോഗിച്ച് സൃഷ്ടിക്കാം. ചിലപ്പോൾ തട്ടിപ്പുകൾ പുറത്തുനിന്ന് വരുന്നില്ല, ഇത് അകത്തുള്ളവർ തന്നെ ചെയ്തതാകാം. സ്റ്റാമ്പ് ലഭ്യമായ ജീവനക്കാർക്ക് ഒരിക്കലും ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടാത്ത രേഖകൾ അംഗീകരിക്കാൻ അനുമതിയില്ലാതെ ഇത് ഉപയോഗിക്കാം. ഇതിൽ അംഗീകാരമില്ലാത്ത സാമ്പത്തിക അംഗീകാരങ്ങൾ, കാലഹരണപ്പെട്ട രേഖകൾ, തെറ്റായ സർട്ടിഫിക്കറ്റുകൾ, നിയമവിരുദ്ധ കരാർ അംഗീകാരങ്ങൾ എന്നിവ ഉൾപ്പെടാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യാജ മാർക്ക് ലിസ്റ്റുകൾ, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റുകൾ, ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ എന്നിവ ചിലപ്പോൾ വ്യാജ ഒപ്പ് സ്റ്റാമ്പ് ഉപയോഗിച്ച് സൃഷ്ടിക്കപ്പെടുന്നു. തൊഴിൽ, പ്രവേശനം, കുടിയേറ്റം എന്നിവയെ ബാധിക്കുന്നതിനാൽ ഇത് വളരെ ഗുരുതരമാണ്. അത്തരം പ്രവൃത്തികൾ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയ്ക്കും പ്രശസ്തിക്കും കേടുപാടുകൾ വരുത്തിയേക്കാം. സ്വത്ത് ഇടപാടുകളിലും സാമ്പത്തിക ഡോക്യുമെൻറ്റേഷനുകളിലും ഒപ്പ് സ്റ്റാമ്പ് തട്ടിപ്പ് സംഭവിക്കാം. വായ്പാ അംഗീകാരങ്ങൾ, മോർട്ട്ഗേജ് രേഖകൾ അല്ലെങ്കിൽ പങ്കാളിത്ത കരാറുകൾ എന്നിവയിൽ വ്യാജ സ്റ്റാമ്പ് ഒപ്പുകൾ ഉപയോഗിക്കാം. നിയമപരമായ തർക്കങ്ങൾ ഉണ്ടാകുന്നതുവരെ ഇരകൾ തട്ടിപ്പ് കണ്ടെത്തിയേക്കില്ല. ഡിജിറ്റൽ യുഗത്തിൽ ഒപ്പുകൾ പലപ്പോഴും സ്കാൻ ചെയ്യുകയും സംഭരിക്കുകയും ചെയ്യുന്നു. സ്കാൻ ചെയ്ത ഒപ്പ്, ചിത്രം, അനധികൃത രേഖകൾ പകർത്തി ഒട്ടിക്കാം. ചില സ്ഥാപനങ്ങളിൽ ഒപ്പ് സ്റ്റാമ്പിൻ്റെ വലിപ്പമോ രൂപമോ മനഃപൂർവ്വം മാറ്റുന്നു. കാലഹരണപ്പെട്ടതോ വ്യാജമോ ആയ രേഖകൾ തിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നു. നിർത്തലാക്കിയതിന് ശേഷം ഒരു പഴയ ഡിസൈൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വഞ്ചനയെ സൂചിപ്പിക്കാം. സിഗ്നേച്ചർ തട്ടിപ്പിൻ്റെ നിയമപരമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒപ്പ് തട്ടിപ്പ് ഒരു ചെറിയ കുറ്റമല്ല. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം വ്യാജരേഖ ചമയ്ക്കലും വഞ്ചനയും തടവും പിഴയും നൽകി ശിക്ഷിക്കാവുന്നതാണ്. സർക്കാർ രേഖകളോ വിലയേറിയ സെക്യൂരിറ്റികളോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശിക്ഷ കൂടുതൽ കഠിനമായിരിക്കും. ക്രിമിനൽ ബാധ്യതയ്ക്ക് പുറമെ സിവിൽ പ്രത്യാഘാതങ്ങളും ഉണ്ടാകാം. വഞ്ചനാപരമായി ഒപ്പിട്ട കരാറുകൾ അസാധുവായി പ്രഖ്യാപിക്കാം. സ്ഥാപനങ്ങൾക്ക് വ്യവഹാരങ്ങൾ, പ്രശസ്തിക്ക് കേടുപാടുകൾ, സാമ്പത്തിക നഷ്ടം എന്നിവ നേരിടേണ്ടി വന്നേക്കാം. ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥൻ സ്റ്റാമ്പ് ദുരുപയോഗം ചെയ്യാൻ അശ്രദ്ധമായി അനുവദിക്കുകയാണെങ്കിൽ ഭരണപരമായ നടപടികളും ഉണ്ടായേക്കാം. സ്ഥാപനങ്ങൾക്ക് എങ്ങനെ സ്വയം സംരക്ഷിക്കാൻ കഴിയുമെന്ന് നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാം. ഒന്നാമതായി, കർശനമായ കസ്റ്റഡി പ്രോട്ടോക്കോളുകൾ പാലിക്കണം. സിഗ്നേച്ചർ സ്റ്റാമ്പുകൾ പൂട്ടിയും താക്കോലുമായി സൂക്ഷിക്കണം. പ്രവേശനം അംഗീകൃത ഉദ്യോഗസ്ഥർക്ക് മാത്രമായി പരിമിതപ്പെടുത്തണം. രണ്ടാമതായി, ഒരു യൂസേജ് രജിസ്റ്റർ സൂക്ഷിക്കുക. ഓരോ തവണയും സ്റ്റാമ്പ് ഉപയോഗിക്കുമ്പോൾ ഉദ്ദേശം, തീയതി, ഉത്തരവാദിത്തമുള്ള ജീവനക്കാർ എന്നിവരുടെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടായിരിക്കണം. മൂന്നാമതായി, കാലാകാലങ്ങളിൽ സ്റ്റാമ്പ് ഡിസൈൻ അവലോകനം ചെയ്യുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക. ഡിസൈൻ മാറ്റുമ്പോൾ ഒരു പുതിയ ഗസറ്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുകയും മുമ്പത്തേത് ഔപചാരികമായി റദ്ദാക്കുകയും ചെയ്യുക. നാലാമതായി, ഭൗതിക സ്റ്റാമ്പുകളെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം എൻക്രിപ്ഷനോട് കൂടിയ ഡിജിറ്റൽ പ്രമാണീകരണ സംവിധാനങ്ങൾ സ്വീകരിക്കുക. അഞ്ചാമതായി, ആന്തരിക ഓഡിറ്റുകൾ പതിവായി നടത്തുക. പൊതുജനങ്ങൾ എന്ന നിലയിൽ രേഖകൾ സ്വീകരിക്കുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും അവ പരിശോധിക്കുക. നിങ്ങൾക്ക് അക്കാദമിക് സർട്ടിഫിക്കറ്റുകൾ, നിയമനക്കത്തുകൾ, അംഗീകാര രേഖകൾ, സാമ്പത്തിക രേഖകൾ എന്നിവ ലഭിക്കുകയാണെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന അധികാരികളുമായി ആധികാരികത പരിശോധിക്കുക. ബാധകമെങ്കിൽ ഗസറ്റ് രേഖകൾ പരിശോധിക്കുക. സ്റ്റാമ്പ് മങ്ങിയതും തെറ്റായ രീതിയിൽ രൂപകൽപ്പന ചെയ്തതും അസാധാരണമാം വിധം വലുതോ പൊരുത്തമില്ലാത്തതോ ആണെങ്കിൽ ജാഗ്രത പാലിക്കുക. നിങ്ങളുടെ ഒപ്പ് സാമ്പിൾ ഒരിക്കലും അനാവശ്യമായി പങ്കിടരുത്. സിഗ്നേച്ചർ തട്ടിപ്പ് ഒരു സാങ്കേതിക പ്രശ്നം മാത്രമല്ല, ഇത് വിശ്വാസ്യതയെ നശിപ്പിക്കുകയും പ്രശസ്തിക്ക് കേടുപാടുകൾ വരുത്തുകയും സാമ്പത്തികവും നിയമപരവുമായ പ്രത്യാഘാതങ്ങൾക്ക്
കാരണമാവുകയും ചെയ്യുന്ന ഗുരുതരമായ നിയമപരവും ധാർമ്മികവുമായ പ്രശ്നമാണ്. സ്ഥാപനങ്ങൾ കർശനമായ ആഭ്യന്തര നിയന്ത്രണങ്ങൾ നടപ്പാക്കണം. ഗസറ്റ് വിജ്ഞാപനം പാലിക്കുന്നുണ്ടെന്ന് അധികാരികൾ ഉറപ്പാക്കണം. ജീവനക്കാർ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കണം. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കുകയും വേണം. നിങ്ങളുടെ ഒപ്പ് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ അതേ ഗൗരവത്തോടെ പരിഗണിക്കുക. അതിനെ സംരക്ഷിക്കുക. അതിൻ്റെ ഉപയോഗം നിരീക്ഷിക്കുക. ദുരുപയോഗം ചെയ്യുന്നതായി നിങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ ഉടൻ നിയമ നടപടി സ്വീകരിക്കുക. ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കമൻ്റായി ചോദിക്കാവുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിന് ലഭിച്ച സപ്പോർട്ടിന് നന്ദി. നമസ്കാരം.